ഇന്ന് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 24 മണിക്കൂർ നടന്ന കാര്യങ്ങൾ വെറും 5 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ചുവന്നുള്ളി തൊഴിയാളിനെടുക്കാനാണ് നിന്നത്. നമ്മൾ തേങ്ങാച്ചോറ്, ബീഫ്, പിന്നെ മീൻ പൊള്ളിച്ചതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ചുവന്നുള്ളിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ തൊലി കളഞ്ഞെടുത്തു. പിന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കനും മീനും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് തലേ ദിവസം തന്നെ. കാരണം രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം റെഡി ആവേണ്ടേ. അപ്പോൾ ചിക്കന് നമ്മൾ കഴുകുന്ന സമയത്ത് കുറച്ച് സുർക്കയും ഉപ്പും ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് കഴുകുകയാണെങ്കിൽ അതിലുള്ള ബ്ലഡൊക്കെ നല്ലപോലെ പോവുകയും ചെയ്യും, ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ ആ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കരിമീനൊക്കെ ഒന്ന് വരഞ്ഞ് അതിൽ കുറച്ച് നാരങ്ങയും ഉപ്പും പുരട്ടി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ബാഡ് സ്മെല്ല് പോകാനും മുകളിലുള്ള ഒരു അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു 15 മിനിറ്റ് നാരങ്ങ നീരും ഉപ്പും മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ചിക്കനൊക്കെ കണ്ടോ നല്ലപോലെ അതിലുള്ള ബ്ലഡൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് പൗഡറിന് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് ഞാൻ നമ്മുടെ ലേഡീസ് പ്ലാന്റിൻ്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. 100% ആയുർവേദിക് ആയിട്ടുള്ള ഫേസ് പാക്ക് പൗഡറാണ്. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ്, കറുത്ത പാടുകൾ, മുഖക്കുരു, കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 100% ആയുർവേദിക് ആയിട്ടുള്ള പൗഡറാണ്. നമ്മുടെ ഫുഡി മലബാരി എന്നുള്ള ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഓർഡേഴ്സാണ്. ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 മാസമായിട്ടുള്ളൂ നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ട്. എന്നിട്ട് പോലും ഇതിനുള്ളിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പം താല്പര്യമുള്ളവരൊക്കെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 100% ആയുർവേദിക്കാണ്. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇനി ഒന്ന് പുറത്ത് പോവുകയാണ്. ഇന്ന് നോമ്പ് തുറക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ലാസ്റ്റ് വെച്ചിട്ട് കുറച്ചും കൂടെ സാധനങ്ങൾ മറന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മഞ്ചേരി ഫർസയിലേക്ക് പോയിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമേ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. മീനും ചിക്കനും. അപ്പോൾ മീനിനോട് വലിയ താല്പര്യമില്ല ബിരിയാണിയിൽ. അപ്പം അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ V1 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ സിറ്റി പോയിൻറ്റിലുള്ള, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ വഴിയിൽ നിന്നൊരു മോര് സോഡയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. ഇനിയിപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇതുപോലെയുള്ള കടകളൊക്കെ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നേരത്തെ തന്നെ പള്ളിയിൽ പോകാനുണ്ടല്ലോ. അപ്പോൾ മനു ഇല്ലും രാവിലെ 7 മണിയാകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവരിനി പള്ളി കഴിഞ്ഞിട്ട് തറവാട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇവിടെ ഇനിയിപ്പോൾ 11:30 ആകുമ്പോഴത്തേനും ഫ്രണ്ട്സ് വരുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ സവാളയും ചുവന്നുള്ളിയൊക്കെ വെച്ചില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീനൊക്കെ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് മസാലയൊക്കെ ഉണ്ടാക്കി ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറിലാക്കിയിട്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് കസ്റ്റാർഡായിരുന്നു. അപ്പോൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കി ഒക്കെ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് അവർ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇല്ലു തേങ്ങയൊക്കെ ചിരവി തന്നിട്ടോ, തേങ്ങാച്ചോറിനും പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്കും വേണം. അതാ ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ തേങ്ങാച്ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കണത്. തേങ്ങാച്ചോറ് ഞാൻ സെക്കൻഡ് ടൈമാണ് വെക്കണത്, അങ്ങനെ എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കിംഗ് ഇങ്ങനെ ഒരുപാടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഇടയിലിടയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചെയ്തത് തന്നെയാണ്. ഇനി നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കണം. പിന്നെ ഫുഡൊക്കെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ വന്നത്. അപ്പോൾ ഇത് പനീർ കറിയാണ് കേട്ടോ. ഇത് ഒരാൾ വെജിറ്റേറിയനാണ്. അപ്പോൾ അവർക്കാണ് ഗോബി മഞ്ചൂരിയനും പനീർ കറിയൊക്കെ ഉണ്ടാക്കിയത്, വിഷ്ണുവേട്ടന്. അപ്പോൾ ഇതാ വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്.
ഈ മുഖങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിലും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സുബിനേട്ടൻ നല്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ സുബിനേട്ടൻ പോണതിന് മുമ്പ് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്ത് മനുവൊക്കെ കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷത്തെ പെരുന്നാളിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഉപ്പ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുങ്ങി പിടിച്ച് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്